കണ്ടില്ലേ, കുറഞ്ഞ മുതൽ മുടക്കിൽ യാതൊരു ഡെപ്പോസിറ്റും ഇല്ലാതെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഇതുപോലെ ഷോപ്പ് നമുക്ക് തുടങ്ങിയാലോ? എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. ഏകദേശം 150ഓളം പ്രോഡക്റ്റ്, വെറൈറ്റി പ്രോഡക്ട്സ് ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിന് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കാറ്റഗറി വേണമെങ്കിലും എടുത്ത് ചെയ്യാം. ഇനി മിക്സറായിട്ട് ചെയ്യണം, ഇതുപോലെ ഷോപ്പ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഏതൊരു ഏജൻസികൾക്കാണെങ്കിലും ഒരു കൃത്യമായ മാന്യമായ ലാഭം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസറിന്റെ വളങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇരിക്കുന്നത് പ്ലാന്റിന് ഇത് വാഴയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വളമാണ്. ഇപ്പം ഏകദേശം നമ്മൾ ഒരു 12 കിലോയ്ക്ക് മേളിൽ നമ്മൾ 100% നമ്മൾ ഗ്യാരണ്ടി പറയുന്നുണ്ട് കൊലയുടെ തൂക്കത്തിന്. വളത്തിന്റെ ഒരു പാക്കറ്റ് നമ്മൾ സെയിൽ ചെയ്യണം, നമുക്ക് മിനിമം എത്ര പ്രോഫിറ്റ് കിട്ടും? നമുക്ക് 30-35 കമ്പനി തരുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, എല്ലാം ഒരു കുടക്കീഴിൽ എന്ന പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വരുന്നത്. എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസർ നിങ്ങൾക്ക് കിട്ടും, പിന്നെ പെസ്റ്റിസൈഡ്സ് കിട്ടും, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ടൂൾസ് കിട്ടും, പിന്നെ സ്പ്രേയറുകൾ എന്ന് പറഞ്ഞാൽ ഒരു കർഷകന് വേണ്ട എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇതുപോലൊരു ഷോപ്പാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. സെയിൽ ചെയ്യാൻ പറ്റാത്ത ഡെഡ് സ്റ്റോക്ക് വരുന്നതാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും നഷ്ടമായിട്ട് വരുന്നത്. അപ്പോൾ അത് ഈ ഒരു ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാരണമേ വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഡെഡ് സ്റ്റോക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ കമ്പനി തരുന്നുണ്ട്. ഏതെങ്കിലും പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റാതിരിക്കുക ണെങ്കിൽ നിങ്ങൾ കമ്പനിയെ വിളിച്ച് ഒരുപാട് നാൾ നിങ്ങൾ നോക്കി എന്നിട്ടും ആ ഒരു പ്രോഡക്റ്റ് മാത്രം സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ നേരെ കമ്പനിയെ വിളിക്കുക. കമ്പനി വിളിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു ഐറ്റം റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ ഏതാണോ മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോകുന്നത്, ഏറ്റവും കൂടുതൽ പോകുന്നത്, ആ ഒരു ഐറ്റം നിങ്ങൾക്ക് തിരിച്ച് റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ധൈര്യമായിട്ട് വരാം. ഒരുപാട് പേര് വീട്ടമ്മമാർ വരെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. ഇതുപോലെ നല്ലൊരു ഷോപ്പ്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ഷോപ്പ് നിങ്ങൾക്ക് തുടങ്ങാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി യാതൊരു ഡെപ്പോസിറ്റും നിങ്ങളിൽ നിന്ന് വാങ്ങുന്നില്ല. ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾ വാങ്ങുന്നത് അല്ലെങ്കിൽ ഏത് കാറ്റഗറി പ്രോഡക്റ്റാണ് നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ വില മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിലേക്ക് കടന്നു വരാം. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായിക്കൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന ഷോപ്പ് നടത്തുന്ന 2 പേര് ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഒരു വനിതാ സംരംഭകയും ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി വളരെ എളുപ്പത്തിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം. ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന കർഷകർ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു കമ്പനിയാണ് സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് ഷോപ്പിലൂടെ സെയിൽ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഷോപ്പിൽ ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം തീർന്നു കഴിഞ്ഞാൽ അത് എത്ര ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സൈറ്റിൽ ഡെലിവറി ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് ഷോർട്ടേജ് വരുന്നത് അതൊക്കെ കൃത്യമായിട്ട് അവർ ഫില്ല് ചെയ്ത് തരുന്നതാണ്. എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്ന സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസറിൻ്റെ ഷോപ്പ് തുടങ്ങിയ അവരുടെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ആദ്യമേ ചോദിക്കാം, ഇത് ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഒരുപാട് പേരിലേക്ക് പറയാൻ വേണ്ടി പോവാണ്. ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് എവിടെയാണ്? ഇത് പന്തളം മുടിയർക്കോണം. ഓക്കെ. ഷോപ്പിന്റെ പേര്? ഷോപ്പ് T&S കിസാൻ കേന്ദ്ര. ഓക്കെ. എത്ര നാളെ ഷോപ്പ് തുടങ്ങിയിട്ട്? ഇപ്പോൾ 1 വർഷം കഴിയാറാവുന്നു. ഓക്കെ. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞത്? ഞങ്ങൾ പിന്നെ ഒരു ഫേസ്ബുക്കിൻ്റെ അഡ്വർടൈസ് കണ്ടിരുന്നു, പരസ്യം കണ്ടിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചത് അല്ലേ? 1 വർഷമായി തുടങ്ങിയിട്ട്. നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ട്. എന്തൊക്കെ ഐറ്റംസ് കർഷകന് ഇവിടെ വേണ്ടി എല്ലാ ഐറ്റംസും എന്ന് പറഞ്ഞാൽ കർഷകന് വേണ്ടിയ ഫെർട്ടിലൈസർ ഉണ്ട് അല്ലേ? പിന്നെ കെമിക്കൽ ഉണ്ട്. ഓക്കെ. പോയിസൺസ് ഉണ്ട്. ഓക്കെ. സ്പ്രേയറുകളുണ്ട്, അഗ്രി ടൂൾസ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? കർഷകന് വേണ്ട A-Z ഐറ്റംസ് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. ഡെലിവറിയുടെ കാര്യം എങ്ങനെയാണ്? ഡെലിവറി സൗകര്യമുണ്ട്. നമുക്ക് ആഴ്ചയിലാണ് സർവീസ് ഉള്ളത്. ഓക്കെ. ആഴ്ചയിൽ പിന്നെ ഞങ്ങളുടെ ഷോപ്പിൽ 50 കിലോയുടെ ചാക്കുകൾ ഇറക്കി വെക്കുന്നില്ല. അത് ഓർഡർ അനുസരിച്ച് ഇറക്കി കൊടുക്കുക. ഓക്കെ. വീടുകളിൽ ഇറക്കി കൊടുക്കും. ഡെലിവറി ഉണ്ട് അല്ലേ? ടൂൾസിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? ടൂൾസിന്റെ കാര്യം ചെറിയ ടൂൾസുകളൊക്കെ ഉണ്ട്. വലിയ ടൂൾസിലൊക്കെ ഓർഡർ അനുസരിച്ച് എടുത്തു കൊടുക്കുന്നുള്ളൂ. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ ഗവൺമെന്റ് ഒരുപാട് സബ്സിഡി കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഐറ്റംസിന് കിട്ടുന്നുണ്ടോ? സബ്സിഡി എക്യുപ്മെന്റ്സിന് കിട്ടും. ഓക്കെ. കാർഷിക ഉപകരണങ്ങൾ കിട്ടും. വളങ്ങൾക്ക് കൊടുക്കാറില്ല, സബ്സിഡി കിട്ടാറില്ല. അതിന്റെ ഡിസ്കൗണ്ട് അനുസരിച്ച് ഞങ്ങൾ കൊടുക്കാറുള്ളൂ. ഓക്കെ. നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ വളത്തിന്റെ ഒരു പാക്കറ്റ് നമ്മൾ സെയിൽ ചെയ്യാണ്, നമുക്ക് മിനിമം എത്ര പ്രോഫിറ്റ് കിട്ടും? നമുക്ക് 30-35 കമ്പനി തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് ആണല്ലേ? സിംഗിൾ പീസ് കൊടുത്താൽ പോലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിലേക്ക് വന്നിട്ട് എന്തുകൊണ്ട് ലാഭം തന്നെയാണ് അല്ലേ? ശരിയല്ലേ? ഏകദേശം 150ഓളം വെറൈറ്റി പ്രോഡക്ട്സ് ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിന് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കാറ്റഗറി വേണമെങ്കിലും എടുത്ത് ചെയ്യാം. ഇനി മിക്സറായിട്ട് ചെയ്യണം, ഇതുപോലെ ഷോപ്പ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ചെയ്യേണ്ട അഭിപ്രായത്തിൽ ഇപ്പോൾ വളം മാത്രമായിട്ട് ചെയ്യുന്നതാണോ അതോ ഇതുപോലെ മിക്സറായിട്ടുള്ള ഷോപ്പ് ചെയ്യുന്നതാണോ? മിക്സറായിട്ട് ഷോപ്പ് ചെയ്യുന്നത് നല്ലത്. കാരണം പല കസ്റ്റമർ വരുമല്ലേ? സ്പേസ് ഉണ്ടെങ്കിൽ എല്ലാ എക്യുപ്മെന്റും വെച്ച് ചെയ്യുന്നത് നല്ലത്. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യം അനുസരിച്ചൊക്കെയാണ് നിങ്ങൾ ഓരോ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഒരുപാട് ദിവസമായിട്ട് വരുന്നൊരു കമൻറ്റാണ്
കുറഞ്ഞ മുതൽ മുടക്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന അധികം ഡെപ്പോസിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ടീമിനെ പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചു ഒരുപാട് പേര് കമന്റ് ഇട്ടിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് തീർത്തും വിശ്വസിക്കാം. കാരണം ഇത് ഞങ്ങൾ ഒരു 2-3 വർഷം മുൻപൊക്കെ ഇവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ പഴയ വീഡിയോ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം അത്രത്തോളം റെസ്പോൺസ് ഉള്ള നല്ലൊരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് തീർത്തും വിശ്വസിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നേഴ്സറിയൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ പ്രോഡക്ട്സ് അധികമായിട്ട് എടുത്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം എന്താ ഒരു മിനിമം ഗ്യാരണ്ടി കർഷകന് ഇത് കിട്ടുന്നുണ്ട് അല്ലേ സാർ? ഇവിടുന്ന് വാങ്ങുന്ന കർഷകർ എന്താ പറയുന്നത് ഇവരുടെ പ്രോഡക്ട്സിനെ കുറിച്ച്? ഇതുവരെ പിന്നെ അങ്ങനെ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. റിപ്പീറ്റ് ആയിട്ട് കസ്റ്റമർ വരുന്നുണ്ട് അല്ലേ? പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച എല്ലാ കസ്റ്റമേഴ്സും വരുന്നുണ്ട്, കംപ്ലൈന്റ് പറയാനില്ല. ഓക്കെ. വെജിറ്റബിളിന്റെ ആയാലും കൂട്ട് കോക്കനട്ടിന്റെ വാഴയുടെ ആയിട്ടും സാർ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഏത് ഐറ്റം ആണ്? ഞങ്ങളുടെ ഇവിടെ കാർഷിക ഏരിയ അല്ലേ, കൂടുതലും വാഴ, തെങ്ങ്, വളങ്ങളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബ്രാൻഡിന്റെ കാര്യം. നമ്മുടെ പഴയ വീഡിയോ കാണുന്നുള്ളവർക്ക് നമ്മുടെ പേജിൽ ആ ഒരു വീഡിയോ ഉണ്ട്. നമ്മുടെ പേജ് അല്ലെങ്കിൽ ഞാൻ കമന്റിൽ ആ ഒരു വീഡിയോ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഐഡിയാസ് ലഭിക്കും. പിന്നെ സാർ ഡെപ്പോസിറ്റ് എന്തെങ്കിലും വാങ്ങിയിരുന്നു സാർ? ഇല്ല, ഞങ്ങളുടെ ഡെപ്പോസിറ്റ് മേടിച്ചിരുന്നു. പക്ഷേ ആദ്യം അതിന് ഉള്ള വളം അവർ റിട്ടേൺ ഞങ്ങൾ തരുകയും ചെയ്തു. ഓക്കെ. നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള വളം പ്രോഡക്റ്റ് തന്നെ. അപ്പോൾ ഡെപ്പോസിറ്റ് സീറോ ആണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ വന്ന് നേരിട്ട് ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തുടങ്ങിയ അവരുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ കമ്പനിയുടെ സൈഡിൽ നിന്ന് ആൾ വന്നാലും അത് നിങ്ങൾക്ക് എന്താ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ ഇതുപോലെ എന്താ ഷോപ്പ് തുടങ്ങിയ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോഴേ നിങ്ങൾക്ക് വിശ്വസിച്ച് ഇതിലേക്ക് വരാം അല്ലേ സാർ? സാർ ഇത് എന്തായാലും പുതുതായിട്ട് വരുന്നവർക്ക് എന്തായാലും ലാഭമല്ലേ ഉണ്ടാവുള്ളൂ? ലാഭമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ? ഈ ഒരു ഷോപ്പ് തുടങ്ങാനായിട്ട് അധികം സ്പേസിന് എന്തെങ്കിലും ആവശ്യം വന്നിരുന്നു? ഇല്ല, ആവശ്യമില്ല. 3-4/3 ആണെന്ന് തോന്നുന്നു. ഇത്രയും സ്പേസിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അല്ലേ? ഈ സ്പേസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അല്ലേ ഇത്ര ആവശ്യമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അധികം സ്പേസ് ഒക്കെ വേണമെന്നൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു കുറഞ്ഞ സ്പേസിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ഷോപ്പ്, നല്ലൊരു അഗ്രി ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ സഹായിക്കും. ഇതുപോലെ ഷോപ്പ് നിങ്ങൾക്കും തുടങ്ങണോ? എന്നാൽ വീഡിയോയുള്ള നമ്പറിൽ വിളിച്ചോളൂ. കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു തരും. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഈ ഷോപ്പ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വനിതാ സംരംഭമാണ്. വൈഫിൻ്റെ പേരിലാണ്. അപ്പം അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. നമ്മുടെ ഷോപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട ഫിൽറ്റർ ഹൗസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് സമീപത്തായിട്ടാണ് ഷോപ്പ് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ് വരുന്നത്. ഷോപ്പിൻ്റെ പേര് വരുന്നത് ആഗ്നിയാസ് വേൾഡ് എന്നാണ്. നമുക്ക് ബോർഡ് കിസാൻ കേന്ദ്ര എന്നുണ്ട്. ഫ്രാഞ്ചൈസി ആയതുകൊണ്ട് കിസാൻ കേന്ദ്രയുടെ ബോർഡും വെച്ചിട്ടുണ്ട്, പേരും വെച്ചിട്ടുണ്ട്. നമ്മുടെ പേര് വരുന്നത് ആഗ്നിയാസ് വേൾഡ് അഗ്രി ആൻഡ് പവർ ടൂൾസ് എന്നാണ്. സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡിലേക്ക് വരാനുണ്ടായ കാരണം എന്താ? അല്ലെങ്കിൽ ഈ ഒരു കുറഞ്ഞ മുതൽ മുടക്കിൽ നല്ലൊരു ബിസിനസ് ആ ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം? തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഒരുപാട് ബ്രാൻഡുകളെ പറ്റി നമ്മൾ തിരക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരക്കിയപ്പോൾ പ്രധാനമായിട്ട് നമ്മളിപ്പം നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമർ വന്നിട്ട് അവർക്കത് വീണ്ടും എടുക്കണം. അത് മാത്രമല്ല, അവർക്ക് കൃഷിയിലൂടെ അവർക്ക് തീർച്ചയായിട്ടും നമ്മളൊരു വളങ്ങൾ മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കതിന് കൃത്യമായ ഒരു കൃഷി ചെയ്യുന്നതിന് ഒരു പ്രയോജനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് ബ്രാൻഡുകളെ പറ്റി തിരക്കി. അങ്ങനെ കിസാൻ കേന്ദ്രയെ പറ്റി അറിഞ്ഞു. അവരുടെ വളങ്ങൾ, അതിൻ്റെ കീടനാശിനികളായാലും ഏതൊരു പ്രോഡക്റ്റ് ആയാലും അവരുടെ പ്രോഡക്റ്റിനെല്ലാം അതിൻ്റെതായ നല്ലതായ ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അതിലൂടെയാണ് ഞാൻ കിസാൻ കേന്ദ്രയിലേക്ക് എത്തപ്പെട്ടത്. ഈ ബിസിനസ്സിലേക്ക് വരുമ്പോഴേ ഡെപ്പോസിറ്റ് വാങ്ങിയിരുന്നോ? ഇല്ലില്ല, ഞാൻ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റിന്റെ പൈസ മാത്രമേ കൊടുക്കുള്ളൂ. അല്ല ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഒരു പൈസയും ചിലവായിട്ടില്ല. ഓക്കെ. ഇതിലേക്ക് വന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്? ലാഭമാണോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു ഏജൻസികൾക്കാണെങ്കിലും ഒരു കൃത്യമായ മാന്യമായ ലാഭം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ എത്ര % നമുക്ക് മിനിമം കമ്മീഷൻ കിട്ടുന്നുണ്ട്? നമുക്കൊരു 30% കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മാന്യമായ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്? തീർച്ചയായിട്ടും. ഓക്കെ. വനിതാ സംരംഭം എന്ന് പറഞ്ഞു. വൈഫ് ഇതിലേക്ക് വന്നിട്ട് എങ്ങനെയാണ്? ഹാപ്പിയാണോ? തീർച്ചയായിട്ടും. അവരുടെ പ്രത്യേക ഒരു പാഷന്റെ പുറത്താണ് നമ്മൾ ഈ സംരംഭം തന്നെ തുടങ്ങിയത്. അത് തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഈ ഒരു ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കർഷകന് എന്തൊക്കെ പ്രോഡക്റ്റ്സ് വാങ്ങാൻ വേണ്ടി പറ്റും? നമുക്ക് ഈ കാണുന്നതൊക്കെയാണ് സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസറിന്റെ പ്രോഡക്റ്റുകൾ. നമുക്ക് ബോറാക്സ് ലഭിക്കുന്നുണ്ട്, വാം ലഭിക്കുന്നുണ്ട്, നമുക്ക് അതേപോലെ കുമ്മായപ്പൊടി, നമ്മുടെ ഗ്രൗണ്ട് നട്ട് കേക്ക് ഉണ്ട്, പിന്നെ ആഗ്രോ ബൂസ്റ്റ്, പ്രത്യേകതരം ചെടികൾക്ക്, നമുക്ക് പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വളങ്ങളാണ്. പിന്നെ ഓർഗാനിക് പൊട്ടാഷ് ഉണ്ട്, വെർമി കമ്പോസ്റ്റ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്തുള്ളതെന്ന് പറയുന്ന നമ്മുടെ വാഴ, തെങ്ങ്, റബ്ബർ മുതലായ നമുക്കിതിന് ജൈവവളങ്ങൾ, പ്രധാനമായിട്ട് നമ്മൾ ജൈവവളങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഒരു ജൈവവളം എന്നും പറഞ്ഞ് മേടിക്കുന്നത് അതിൽ എന്താ അടങ്ങിയിരിക്കുന്നതെന്നോ അതിൻ്റെ പ്രയോജനം എന്താണെന്നോ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസറിൻ്റെ വളങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് ഇരിക്കുന്നത് പ്ലാന്റിന് ഇത് വാഴയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വളമാണ്. ഇപ്പം ഏകദേശം നമ്മൾ ഒരു 12 കിലോയ്ക്ക് മേളിൽ നമ്മൾ 100% നമ്മൾ ഗ്യാരണ്ടി പറയുന്നുണ്ട് കൊലയുടെ തൂക്കത്തിന്.
അപ്പോൾ അതിനകത്ത് ഒരു വാഴയ്ക്ക് ആവശ്യമായ കൃത്യമായ മൂലകങ്ങൾ ചേർത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന വളങ്ങളാണ്. അതേപോലെ തെങ്ങിനായിട്ട് കോക്കനട്ട് മിക്സ് ഉണ്ട്. അങ്ങനെ ഓരോന്നിനും പ്രത്യേകമായി തയ്യാറാക്കുന്ന കൃത്യമായ ഫലം. ഞാനിത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരിക്കൽ വാങ്ങിയ കസ്റ്റമർ തന്നെ തിരികെ വീണ്ടും വന്നത് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും. അവർക്ക് ആ പ്രയോജനം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു കസ്റ്റമർ തിരികെ വരികയുള്ളൂ. അപ്പോൾ അത് കൃത്യമായ അവർക്കത് ലഭിക്കുന്നത് കൊണ്ടാണ് ആ കസ്റ്റമർ നമുക്ക് വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതലുള്ള കസ്റ്റമർ, ഒരിക്കൽ വന്ന കസ്റ്റമർ തന്നെയാണ് വീണ്ടും വന്ന് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ, സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസറിൻ്റെ ഈ സാധനങ്ങൾ അവർ ചോദിച്ച് പേര് പറഞ്ഞിട്ടാണ് അത് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴേ കർഷകർക്ക് സബ്സിഡി ലഭിക്കാറുണ്ടോ? നമുക്ക് ഗവൺമെൻറ് 50% സ്മാം എന്ന് പറയുന്ന ഒരു സ്കീം വഴി സബ്സിഡി നമ്മൾ അതും ചെയ്യുന്നുണ്ട്. ഈ കിസാൻ കേന്ദ്രയുടെ പ്രോഡക്ട്സിനോടൊപ്പം തന്നെ അതിനായിട്ട് നമുക്ക് അതിൻ്റെ മോട്ടറുകളുണ്ട്, വാട്ടർ പമ്പുകളുണ്ട്, പിന്നെ ഏണികൾ, അർബാന, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും 50% സബ്സിഡിയിൽ നമ്മൾ സ്മാം പദ്ധതി പ്രകാരം നമ്മൾ ഈ കർഷകർക്കായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ സോളാർ പ്ലാന്റുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ മെഷീനുകൾക്ക് എത്ര പെർസെന്റേജ് നമുക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി പറ്റും? നമുക്ക് 50% സബ്സിഡിയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ആ സബ്സിഡി അവർക്ക് ലഭിക്കും. നമ്മുടെ ഷോപ്പിൽ വന്നാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഒരു കർഷകൻ ഇപ്പോൾ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആ കർഷകന് ഒരു കൃഷിക്കായിട്ട് ആവശ്യമുള്ള A to Z സാധനങ്ങൾ നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ്. ഇപ്പോൾ നമ്മുടെ വിത്തുകളിൽ തുടങ്ങി വളങ്ങളായാലും അതിന് കീടനാശിനികളായാലും അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും A to Z സാധനങ്ങൾ തന്നെ പറയാം. നമുക്കൊരു കർഷകന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊരു കസ്റ്റമർ ആയാലും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പോസ്റ്റ് വഴി അയക്കണമെങ്കിലോ കൊറിയർ അയക്കണമെങ്കിലോ നമ്മൾ അങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏതൊരു കർഷകർക്കും നമുക്ക് ഒന്നും ഇല്ല എന്ന് ഒരിക്കലും ഒരു തോന്നലുണ്ടാകുന്ന A to Z സാധനങ്ങളാണ് നമ്മുടെ ഷോപ്പിലൂടെ കൃഷിക്ക് ആവശ്യം. എങ്ങോട്ടെങ്കിലും ഡെലിവറി സൗകര്യമുണ്ട്? തീർച്ചയായിട്ടും അല്ലേ? എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇവരുടെ ഫ്രാഞ്ചൈസി എടുത്തിട്ട് ഇത്രയും നാളായി. അപ്പോൾ പുതുതായിട്ട് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. തീർച്ചയായും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫ്രാഞ്ചൈസി എടുത്ത് വന്നു കഴിഞ്ഞാൽ നഷ്ടം വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഈ ബിസിനസ്സിലൂടെയും നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസറിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിലൂടെ ഒരിക്കലും നമുക്കതൊരു നഷ്ടം വരാനൊരു ചാൻസ് ഇല്ല. കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡെഡ് സ്റ്റോക്ക് വരുന്നില്ല എന്നുള്ളത്. നമുക്ക് കൃത്യമായ പോകാതിരിപ്പോൾ ഒരു സാധനങ്ങൾ നമുക്ക് ഡെഡ് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ വരുമെന്ന് തോന്നിയാൽ നമ്മൾ അവിടെ അറിയിക്കുകയും ഒരു കൃത്യമായ റൊട്ടേഷനിലൂടെ നമുക്ക് ആ സാധനങ്ങൾ മാറ്റി നൽകുകയും റീപ്ലേസ് തരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരിക്കലും ഈ ഒരു ബിസിനസ് ഒരിക്കലും നഷ്ടമാവില്ല. നമുക്ക് മെയിനായിട്ട് ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പ്രേയേഴ്സാണ്. നമ്മൾ ഏതൊരു കടയിൽ ചെന്നാലും സ്പ്രേയറിനൊക്കെ അമിതമായ വിലയാണ് എടുക്കുന്നത്. നമ്മൾ എവിടെ ചെന്നിരുന്നാലും ഞങ്ങളുടെ കയ്യിലുള്ള സ്പ്രേ എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി സ്പ്രേയേഴ്സാണ് എല്ലാം ഉള്ളത്. നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ ബ്രാൻഡ് സ്പ്രേയേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. എന്നുവെച്ചാൽ എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള വളരെ ക്വാളിറ്റി ഉള്ള സ്പ്രേയേഴ്സ് എല്ലാം നമ്മൾ വളരെ വില കുറച്ച്, ഏതൊരു കർഷകനാണേലും എപ്പോഴും നമ്മൾ കർഷകരെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ, സ്പ്രേയറുകൾ, പിന്നെ വാട്ടർ ക്യാനുകൾ, അങ്ങനെയുള്ള നിരവധി ടൈപ്പിലുള്ള സ്പ്രേയറുകൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഗാർഡൻ ടൂൾസുകൾ, പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ലേഡീസൊക്കെ ഉപയോഗിക്കുന്നത്, അവർക്കൊക്കെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇത്. നമ്മൾ ചട്ടികളിലൊക്കെ മണ്ണ് മാറ്റുന്നതിന്, അങ്ങനെയുള്ള എല്ലാത്തിനും, അങ്ങനെയുള്ള ഒരുപാട് വിധത്തിലുള്ള നമ്മുടെ ഗാർഡൻ ടൂൾസുകൾ, കട്ടറുകൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഏതൊരു ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും വളരെ വില കുറച്ച്, എന്നുവെച്ചാൽ ഏതൊരാൾക്കും വാങ്ങാൻ പറ്റുന്ന വളരെ മിതമായ നിരക്കിലാണ് നമ്മൾ ഇവിടുത്തെ ഓരോ സാധനങ്ങൾ നൽകുന്നത്. ഇതെല്ലാം നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്കുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 47 വർഷത്തിലേറെയായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം. കൃഷിക്ക് ആവശ്യമായ എന്തും കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങുവാനായിട്ട് സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസർ രൂപം കൊടുത്ത ഒരു ബിസിനസ് സംരംഭമാണ് കിസാൻ കേന്ദ്ര. അതുകൊണ്ട് തന്നെ ഇനി ആർക്കും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇതുപോലെ ഷോപ്പ് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അവർ ചെയ്തു തരുന്നുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുള്ള നമ്പറിൽ വിളിച്ചോളൂ. എല്ലാവരുടെ സപ്പോർട്ടും ഈ ഒരു കമ്പനി നിങ്ങൾക്ക് നൽകുന്നതാണ്.